നമുക്കൊരു കാലം ഉണ്ടായിരുന്നു. നമുക്കൊരു റിപ്പോർട്ടോ അല്ലെങ്കിൽ അസൈൻമെന്റോ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒരു AI-ന്റെ അല്ലെങ്കിൽ അതേപോലെ ഒരു ബോർഡിന്റെയും ആവശ്യമില്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ബുദ്ധി വെച്ച് നമ്മൾ കോണ്ടന്റ്സും കാര്യങ്ങളും റൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമുക്ക് എത്ര പേർക്ക് സ്വന്തമായിട്ട് നമ്മുടേതായ രീതിയിൽ ഇന്നത്തെ കാലത്ത് ഒരു കോണ്ടന്റ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും? കുറച്ചാലം മുമ്പ് വരെ നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് വേണ്ട ഇൻഫോർമേഷൻ ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിൻ വഴി റിസർച്ച് ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസ് നമ്മുടേതായ രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്ത് യൂസ് ചെയ്യാറാണ് പതിവ്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഈവൻ ChatGPT പോലെയുള്ള ചാറ്റ് ബോട്ടിനോട് ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ പോലും ആവശ്യത്തേക്കാൾ അധികം അവർ ഇങ്ങോട്ട് നൽകാറുണ്ട്. ഇതിപ്പം പ്രോംപ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, കാരണം ഇപ്പൊ നമുക്കൊരു ഇൻഫർമേഷൻ വേണമെങ്കിൽ തന്നെ ചാറ്റ് ബോട്ടിന്റെ അടുത്ത് എന്താ ചോദിക്കേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ, കറക്റ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് അറിയില്ല. അപ്പൊ അതുവരെ നമുക്ക് ചാറ്റ് ബോട്ടിന്റെ അടുത്ത് നീട്ടി ചോദിച്ച് മീൻസ് എന്താണ് പ്രോംപ്റ്റ് ഞാൻ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ആ പ്രോംപ്റ്റ് എടുത്ത് പിന്നെയും ചാറ്റ് ബോട്ടിലേക്ക് ഫീഡ് ചെയ്തിട്ട് ഇൻഫർമേഷൻസ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ. കാരണം അത്രയും പോലും തിങ്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പൊ അതേപോലെ ഒരു കാലത്തിലേക്കാണ് നമ്മുടെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ സ്വന്തമായിട്ടൊരു കാര്യങ്ങളും റിസർച്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ഒരു എബിലിറ്റി ഇല്ലാതെ വരുന്ന ഒരു തലമുറയാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത്. സോ അങ്ങനെ ഒരു തലമുറയിലേക്ക് പോയാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇതിനങ്ങനെ പോയി AI-യിലേക്ക് ഓവർ ഡിപ്പെൻഡ് ചെയ്യാണ്ട് AI ഒരു ഹെൽപ്പിംഗ് ടൂളായി കാണാൻ പറ്റണം. നമ്മുടേതായ രീതിയിൽ നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ് അതിലേക്ക് ഒരു സ്പേസ് കൊടുക്കണം. ഇപ്പൊ പുതുതായിട്ട് വന്ന മെറ്റാ അപ്ഡേറ്റ്സിൽ തന്നെ പറയുന്നത് ഈ AI ജനറേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സിനേക്കാൾ കൂടുതൽ വാല്യൂ ഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ള കോണ്ടന്റ്സിനാണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മള് മൊത്തത്തില് സെർച്ച് എഞ്ചിൻസിനെ അല്ലെങ്കിൽ ബോട്ട് ചാറ്റ്സിനെ യൂസ് ചെയ്യാതെ നമ്മുടേതായ ഒരു ബ്രെയിനിനെ വെച്ചിട്ട് നമ്മുടേതായ കഴിവിനെ വെച്ചിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ കോണ്ടന്റ്സ് ആണെങ്കിലും എന്താണെങ്കിലും ബ്രെയിൻ സ്റ്റോം ചെയ്ത് നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് അതിനെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ കോണ്ടന്റ് ആണെങ്കിലും റൈറ്റ് ചെയ്ത് നമ്മുടേതായ രീതിയിൽ ആക്കി എടുക്കണം. സോ എന്നിരുന്നാൽ മാത്രമേ ഇനിയുള്ളൊരു കാലത്തിലേക്ക് ബുദ്ധി വെച്ച് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു ജനത അല്ലെങ്കിൽ ജനറേഷൻ ക്രിയേറ്റ് ആയിട്ട് വരുള്ളൂ. ബ്രെയിൻ സ്റ്റോമിങ്ങിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഈ ഒരു ജനറേഷൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. എപ്പോഴാണെങ്കിലും നമ്മുടെ ബ്രെയിനിന് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ് കൊടുക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുമൂലം നമ്മുടെ എബിലിറ്റി തന്നെയാണ് വർദ്ധിപ്പിക്കുന്നത്. അതിന്